പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുപ്രധാനമായ വഴിത്തിരിവുകൾ ഇപ്പോൾ വന്നു സംഭവിച്ചിരിക്കുകയാണ്. ഒടുവിൽ കൺമണിയും കൃഷും ഒന്നിച്ച് ഇരിക്കുന്നത് കാണാൻ ഇടയാകുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇതോടെ വരുൺ കൺമണിയെ നിർബന്ധിച്ച് പാർക്കിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് കൺമണിയോട് കൂടുതൽ അടുത്ത് ഇടപഴകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കൺമണി, ഇത് നോക്ക്, നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് ഈ ഊഞ്ഞാലിലിരുന്ന് ആടാം, നല്ല രസമായിരിക്കും. എന്താ, വാ നീ. ഏയ്, ഞാനില്ല, എനിക്കിതിനൊന്നും താല്പര്യമില്ല വരുൺ. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ പോകണ്ട, ഞാനില്ലേ കൂടെ. ഞാൻ എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാം. നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ ഞാൻ. ആരും ഒന്നും പറയില്ല. ആ കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പു തരാം. എന്താ? ഏയ്, അത് ശരിയാവില്ല, ഞാൻ പോവുകയാ എന്ന് പറഞ്ഞ് പോകാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ബലം പ്രയോഗിച്ചുകൊണ്ട് പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ വരുൺ. പക്ഷേ ഇതേ തുടർന്നാണ് വരുണിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അവിടേക്ക് കൃഷ് കടന്നു വരുന്നത്. അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാകുന്നു കൃഷ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് കൃഷ് കാര്യങ്ങൾ ഇടപെട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നീ എന്തായാലും വരുണേ, ഇവളുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. അത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ നിന്നോട് വ്യക്തമാക്കി ഇപ്പോൾ പറയുന്നത്. നീ എന്തായാലും തൽക്കാലത്തേക്ക് പോകാൻ നോക്ക്. കൺമണിയുമായുള്ള വിവാഹമൊന്നും നിന്റെ നടക്കുകയില്ല. അതെന്താ നടക്കാത്തെ? കൺമണി എൻ്റെ പെണ്ണാ. നിന്റെ പെണ്ണോ? അതെങ്ങനെ ശരിയാകും? ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയതാ. ആ താലി പൊട്ടിച്ച് വീണ്ടും വിവാഹം കഴിക്കാമെന്നാണോ നിന്റെ വിചാരം? അതൊന്നും നടക്കുകയില്ല. അതിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞെന്നോ? ആര് പറഞ്ഞു? അതിന് എന്ത് തെളിവാണുള്ളത്? നീ വെറുതെ വായ കൊണ്ട് പറഞ്ഞാൽ അത് സത്യമാകുമോ? ഞാനങ്ങളൊക്കെ വിശ്വസിക്കണമെന്നാണോ നീ പറയുന്നത്? വിശ്വസിക്കണം, വായ കൊണ്ടല്ല. ദേ നോക്ക്, ഈ താലി കണ്ടോ? ഇത് ഇവളുടെ കഴുത്തിൽ ഞാൻ കെട്ടിക്കൊടുത്തതാ. അതുകൊണ്ട് തന്നെ നീ ഇത് പൊട്ടിച്ച് പുതിയൊരു താലി കെട്ടാമെന്ന് മനസ്സിൽ കരുതുക പോലും വേണ്ട. ഈ താലി പൊട്ടിക്കാൻ നീ വന്നാൽ നീ വിവരമറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട, ഈ കൺമണി അവൾ എൻ്റെ പെണ്ണ. ആ കാര്യത്തിൽ ഇനി ആർക്കും ഒരു സംശയം വേണ്ട. എന്ത്? ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല വരുൺ. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. തനിക്ക് ചതി പറ്റിയോ? തനിക്ക് ഇത്രയും നാൾ വാഗ്ദാനം നൽകി ചതിക്കുകയായിരുന്നു എല്ലാവരും. ഇതെല്ലാം അങ്ങനെ വിട്ടുകളയാൻ ഞാൻ തയ്യാറാവുകയില്ല. ഇതിന് പ്രതികാരം ചെയ്തേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന വരുൺ, കൺമണിയെ, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ തുക, വീടിന്റെ തുക എല്ലാം ഞാൻ തിരികെ വാങ്ങിച്ചിട്ടേ അടങ്ങൂ. എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങളെ ചവിട്ടി പുറത്താക്കും. അത് ഉറപ്പ് തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞാനത് നടത്തി കാണിച്ചു തരാം. എന്നെ ചതിച്ചിട്ട് ഒരാളും ഇവിടെ വാഴാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് പോവുകയാണ് വരുൺ. ഇതേ തുടർന്ന് ചെന്ന് കാണുകയാണ് ധനലക്ഷ്മിയെ. നിങ്ങൾ എന്താ പറഞ്ഞ്? കൺമണിയെ എനിക്ക് കെട്ടിച്ചു തരാമെന്നോ? എങ്ങനെ എങ്ങനെ കെട്ടിച്ചു തരാമെന്നാ നിങ്ങൾ ഈ പറയുന്നേ? എടാ വരുണേ, നമ്മൾ എല്ലാ കാര്യവും ഉറപ്പിച്ചതല്ലേ, പിന്നെ നീ എന്താ ഇപ്പോ ഇങ്ങനെ കിടന്ന് ചൂടാകുന്നേ? വിവാഹം പറഞ്ഞതുപോലെ തന്നെ നടക്കും. ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ആ കാര്യത്തിൽ. അതിന് ഞാനല്ലേ ഉറപ്പ് നൽകുന്നേ? ഉറപ്പ് നൽകുന്നേന്നോ? അവളുടെ കല്യാണം കഴിഞ്ഞു, അതുവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലേ? അവളുടെ കഴുത്തിൽ കൃഷി കെട്ടിയ താലിയുണ്ട്.
ആ താലി ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ അവളെ കല്യാണം കഴിക്കാനാ? ഇതൊന്നും ശരിയാവുകയില്ല. എനിക്ക് ഞാൻ നൽകിയ പൈസ മുതലും പലിശയും അടക്കം കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ വിവരമറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഈ ഭീഷണി കേട്ട് ആകെ ഞെട്ടിപ്പോകുന്ന ധനലക്ഷ്മി ഇതേ തുടർന്ന് മനോജിനോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ്. എന്നാൽ കൺമണിയാകട്ടെ സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞു. ക്രിഷ് സാർ അത് വിളിച്ചു പറഞ്ഞു എന്ന സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.